കിഫ്ബി സിഇഒ കെ എം എബ്രഹാമിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ജോമോൻ പുത്തൻപുരയ്ക്കൽ. കെ എം എബ്രഹാമിന്റെ ഗൂഢാലോചന ആരോപണം നിലനിൽക്കാത്തതെന്നും തനിക്കെതിരായ ആരോപണങ്ങൾ ഹൈക്കോടതി തള്ളിയതാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, നേരത്തെ കെ എം എബ്രഹാം മുഖ്യമന്ത്രിക്ക് ഇതിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്തിൽ കെ എം എബ്രഹാം ചൂണ്ടിക്കാട്ടുന്നത് ഗൗരവ സ്വഭാവത്തിലുള്ള കാര്യങ്ങളാണ് എന്ന് നേരത്തെ മുഖ്യമന്ത്രിയും പറഞ്ഞു. ഒരുപക്ഷെ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. അതിനിടയിൽ പരാതിക്കാരനും മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ ആവശ്യങ്ങൾ എന്താണ് ഷഫീദ്? ശ്രീജിത്ത്, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിൽ CBI അന്വേഷണ ഉത്തരവിന് പിന്നാലെയായിരുന്നു നാടകീയമായ ചില സംഭവങ്ങൾ ഉണ്ടായത്. കെ എം എബ്രഹാം ഹർജിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കലും മറ്റ് രണ്ടുപേർക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയായിരുന്നു. ഒരു IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുമെന്നുള്ളതുമായിരുന്നു കെ എം എബ്രഹാമിന്റെ ആവശ്യം. ഇക്കാര്യത്തിലെ സാധ്യത സർക്കാർ പരിശോധിച്ച് വരവെയാണ് ഇപ്പോൾ ഹർജിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ മുഖ്യമന്ത്രിക്ക് മറ്റൊരു പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതിയിൽ പറയുന്നത് തനിക്കെതിരെ കെ എം എബ്രഹാം ഉന്നയിച്ച ആരോപണങ്ങൾ അത് നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതിയിൽ തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ്. മാത്രവുമല്ല, തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം അത് കെ എം എബ്രഹാമുമായിട്ട് ഇല്ല. മാത്രവുമല്ല, ഏതെങ്കിലും അഴിമതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അതെങ്ങനെ ഗൂഢാലോചനയാകുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ജോമോൻ പുത്തൻപുരയ്ക്കൽ ചോദിക്കുന്നുണ്ട്. കൂടാതെ ഈ ഫോൺ രേഖ ചോർന്നത് എങ്ങനെയെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്നാണ് ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ ആവശ്യം. മാത്രവുമല്ല, ഈ വിഷയത്തിൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചാൽ അത് ചട്ടവിരുദ്ധമായി പോകും എന്നുള്ള കാര്യം കൂടി ജോമോൻ പുത്തൻപുരയ്ക്കൽ കത്തിൽ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് നിർണായകമാകും. ഇതുവരെ അന്വേഷണം സംബന്ധിച്ച തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിട്ടില്ല. പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ ആ തീരുമാനത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.